പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് എങ്ങനെയാണ് നമ്മളൊരു സ്ട്രേഞ്ചറിനെ, നമുക്കൊരു പരിചയമില്ലാത്ത ആളെ നമ്മുടെ കസ്റ്റമർ ആക്കാം. അപ്പൊ എന്റെ ഒരു മുമ്പത്തെ വീഡിയോ ഉണ്ടായിരുന്നു, അതായത് എന്റെ ടെലികോളിംഗ് അനുഭവം എന്ന് പറഞ്ഞിട്ട്. ഇതേപോലെ തന്നെ എന്റെ ഒരു പഴയ അനുഭവമാണ്, അല്ലെങ്കിൽ എന്റെ ഒരു അനുഭവം പാർട്ട് 2 ആണ് ഞാനിപ്പോ ആക്ച്വലി ഷൂട്ട് ചെയ്യണത്. അപ്പൊ എങ്ങനെ നമുക്കൊരു സ്ട്രേഞ്ചറിനെ നമ്മുടെ കസ്റ്റമർ ആക്കി മാറ്റാൻ പറ്റും. സോ സ്ട്രേഞ്ചർ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഇതുവരെ ആള് കണ്ടിട്ടുണ്ടാവില്ല, നമ്മുടെ പ്രോഡക്റ്റിന് ചിലപ്പോൾ അറിയാതിരിക്കുന്നുണ്ടെങ്കിലും നമ്മളെ കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ നമ്മൾ പറയില്ലേ, സെയിൽസില് ഫസ്റ്റ് ട്രസ്റ്റ് ചെയ്യേണ്ടത് ആ സെയിൽസ്മാനെയാണ്. അത് കഴിഞ്ഞിട്ടാണ് അത് എന്ത് ബ്രാൻഡാണ് ആള് വിൽക്കണേ എന്നുള്ളതിലേക്കുള്ള ഒരു നോട്ടം വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് പ്രോഡക്റ്റ് ആണെന്നുള്ളതിലേക്കൊക്കെ വരുന്നത്. അപ്പൊ പ്രോഡക്റ്റിനെ അവര് എന്താണ് പ്രോഡക്റ്റ് എന്ന് അറിഞ്ഞതിന് ശേഷം അതിനോടുള്ള ട്രസ്റ്റ് ബിൽഡ് ആവണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ സെയിൽസ്മാനെ അവർ വിശ്വസിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ഏറ്റവും വലിയ കാര്യം. അപ്പൊ നമുക്ക് എങ്ങനെ സെയിൽസ്മാനെ അല്ലെങ്കിൽ എങ്ങനെ ഒരു സ്ട്രേഞ്ചറിനെ ഒരു കസ്റ്റമർ ആക്കാം എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് കാര്യം അതിന് വേണ്ടി ചെയ്യേണ്ടത്, നമ്മള് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. അതായത് കസ്റ്റമർക്ക് നമ്മളെ കുറിച്ച് ഒരു ട്രസ്റ്റ് വരണം, എങ്കിൽ മാത്രമാണ് കാര്യങ്ങൾ. അപ്പൊ ആ വിശ്വാസം വരുത്തണമെങ്കിൽ എന്ത് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ സംസാരത്തിൽ ഉണ്ടാവുന്ന കോൺഫിഡൻസ്. ആ ഒരു തപ്പിപ്പിടുത്തം ഇല്ലാതെ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാണുന്നതാണ് ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആള് നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇതേപോലെ തന്നെ തപ്പലില്ലാണ്ട് പറഞ്ഞെങ്കിൽ കോൺഫിഡൻസ് വേണം. ഈ കോൺഫിഡൻസിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് നമ്മുടെ നോളജ്. നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഗാഢമായിട്ടുള്ള അല്ലെങ്കിൽ ആഴത്തിൽ ഇറങ്ങിയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്, അല്ലെങ്കിൽ അതിന്റെ അറിവാണ് നമ്മുടെ കോൺഫിഡൻസിനെ നിയന്ത്രിക്കുന്ന ഒരു കാര്യം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അറിവുമായിട്ടാണ് നിൽക്കണേ എങ്കിൽ, അതായത് ഞാനൊരു പ്രോഡക്റ്റ് സെല് ചെയ്യാനായിട്ട് ഒരു കസ്റ്റമറുടെ അടുത്തേക്ക് പോയിരുന്നു. ആ പോയ സമയത്തും അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ വേറെ കസ്റ്റമർ പോയി. ആ ഫസ്റ്റ് പോയ സ്ഥലത്ത് ഞാൻ കോൺഫിഡൻസ് അഭിനയിക്കാറുണ്ട്. കാരണം എന്താണെങ്കിൽ എനിക്ക് അറിവ് കുറവാണ്. അതുകൊണ്ട് എന്താണ്, ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്ന് കണ്ണിൽ നോക്കി സംസാരിച്ച് ഞാൻ കോൺഫിഡൻസ് എന്ത് ചെയ്തു, ഒരു മനഃപൂർവ്വം ഒരു എന്താ പറയാ, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ അപ്പുറത്തെ ഒരു കസ്റ്റമറുടെ അടുത്ത് പോകുമ്പോഴേക്കും ഞാൻ ഈ പ്രോഡക്റ്റ് നോളജ് വല്ലാതെ നേടി. അതിനുശേഷം ഞാൻ പോകുമ്പോ എന്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക് ആയിട്ടും ഈ കോൺഫിഡൻസിന്റെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഈ സംസാരിക്കുന്നത് ആൾക്ക് കൃത്യമാവുക, ക്ലാരിറ്റി ആവുക, എന്റെ സംസാരത്തിൽ തപ്പലില്ല, അതിനാണ് കോൺഫിഡൻസിന്റെ റിയാലിറ്റിയിൽ പറയുന്നത്. അപ്പൊ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം, അതിപ്പോ ടെലികോളിംഗ് ത്രൂ ആയിക്കോട്ടെ, ഡയറക്റ്റ് മീറ്റിംഗ് ആയിക്കോട്ടെ, നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിനെ അത് ഉണ്ടാക്കിയ ആള്, അതായത് ആരാണോ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയത്, മേ ബി മാനുഫാക്ചർ ലെവലിൽ ഉണ്ടാക്കിയതായിരിക്കും, ആ ഉണ്ടാക്കിയ ആളുടെ അത്രയും നോളജ് ആ കമ്പനിയുടെയും ആ പ്രോഡക്റ്റിനെ പറ്റി നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമറുടെ മുന്നിൽ പതറില്ലേ, ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കാൻ. ഇത് ത്രൂ ആ കസ്റ്റമർക്ക് ഒരുപാട് കോൺഫിഡൻസ്, അല്ലെങ്കിൽ ആ കസ്റ്റമർക്ക് ഒരുപാട് നമ്മുടെ മേലെ ട്രസ്റ്റ് ബിൽഡ് ആവും. അപ്പൊ എന്താ, ആ പ്രൊഡക്റ്റ് ഈ പറഞ്ഞ സെയിൽസ്മാനിൽ നിന്ന് മേടിക്കുകയും ആ സെയിൽസ്മാന്റെ കയ്യിൽ നിന്ന് സർവീസ് കിട്ടാനും ചാൻസ് ഉണ്ട്. സെയിൽസ് കഴിഞ്ഞതിന് ശേഷം ഈ കസ്റ്റമർക്ക് സർവീസ് കിട്ടണം, ഏതൊരു പ്രോഡക്റ്റ് അത് കിട്ടാനും സാധ്യത. കാരണം എന്താ പറയുക, ഇവൻ ഇത്ര അറിവുള്ളതുകൊണ്ട് ഇവൻ ഈ പ്രോഡക്റ്റ് തന്നു കഴിഞ്ഞാലും ഇവൻ ഇതിന് മാത്രം അറിവുള്ളതുകൊണ്ട് ഇവൻ എന്ത് ചെയ്യും, ഈസി ആയിട്ട് അവൻ അതിന്റെ ആഫ്റ്റർ സർവീസ് നമുക്ക് നല്ല ഭംഗിയായിട്ട്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. അതായത് അതെന്താണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ട്രസ്റ്റ് ബിൽഡ് ആവുന്നതിന്റെ ഒപ്പം തന്നെ നമുക്കൊരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു റെഡ്, ഗ്രീൻ, ഓറഞ്ച് എന്ന് പറഞ്ഞ ട്രാഫിക് ലൈറ്റുകൾ ഉണ്ട്. ആ സംസാരത്തിന്റെ ഇടയിൽ നമുക്ക് കോൺഫിഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ സംഭവം നേരെ റെഡ് സിഗ്നലിൽ ഇടും. അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും ആള് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ആള് സ്റ്റിൽ ഗ്രീൻ സിഗ്നലിൽ തന്നെ കീപ്പ് ചെയ്ത് നിർത്താൻ വേണ്ടി നമ്മൾ നമ്മുടെ വാല്യൂകൾ, അതായത് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ആൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരുപാട് വാല്യൂസ്, ആൾക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് പറഞ്ഞു കൊടുക്കാൻ വളരെ ക്ലാരിറ്റി ആയിട്ട് പറ്റണം. അതിന് വേണ്ടി എങ്കിൽ നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ പ്രോഡക്റ്റ് നോളജ് ആണ്. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഇത്തരം ഇൻഫർമേഷന് വേണ്ടിയിട്ട്, അതായത് ഇതുപോലെ തന്നെ NLP സെയിൽസിനെ കുറിച്ച് എനിക്ക് ഫ്യൂച്ചറിൽ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. ഈ കസ്റ്റമർ ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞ കസ്റ്റമറോട് എന്ത് പറയണം, ഇതൊക്കെ നാളെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഇതിലുള്ള 1 by 1 വീഡിയോസ് വഴി നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ SM ടോക്സിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടാണ്. താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വേഗം നിങ്ങൾ നിങ്ങളുടെ CV അന്വേഷിച്ച്, ജോലി അന്വേഷിക്കുന്നതിന്റെ CV ജോലി അന്വേഷിക്കുന്നതിന്റെ വേക്കൻസിയോ അല്ലെങ്കിൽ നിങ്ങളുടെ CV ഒക്കെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ജോലി ഞങ്ങൾ നേടിത്തരുന്നതായിരിക്കും. ഒപ്പം തന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഏത് ജോലി വേണ്ടതെന്നുള്ളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള സംശയം ഉണ്ടെങ്കിലോ വേഗം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.